ഹായ് ഹലോ. നമുക്കിന്ന് വളരെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. ചിലർ ഇതിന് കുക്കറപ്പം എന്നൊക്കെ പറയും കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഫ്ലോപ്പ് ആവാതെ നല്ലൊരു അടിപൊളി കലത്തപ്പം റെഡിയാക്കി എടുക്കാം. എന്നാൽ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിനായി 1.5 കപ്പ് പച്ചരി സോക്ക് ചെയ്ത് വെച്ചാട്ടോ. ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പ് തേങ്ങ, 1/4 കപ്പ് ചോറ്, അതിൻ്റെ കൂടെ 4 ഏലക്ക, 1.5 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ശർക്കര അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉരുക്കിയെടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ശർക്കര ഉരുക്കിയെടുക്കാൻ പോകുന്നത്. ശർക്കര മെൽറ്റായി വരേണ്ട ടൈം കൊണ്ട് നമുക്ക് അരി അരച്ചെടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കിയ അരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തേങ്ങയും ചോറും ചെറിയ ജീരകവും ഏലക്കായ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ സീഡ് മാത്രം ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായി അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. ഞാനിത് 2 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 കലത്തപ്പം ചൂടാനായിട്ടാണ് കേട്ടോ ഞാൻ 1.5 കപ്പ് എടുത്തത്. നിങ്ങൾക്ക് 1 മതി എന്നുണ്ടെങ്കിൽ 1 കപ്പ് അരി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വലുപ്പമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്കിനി ശർക്കരപ്പാനിയും ഉരുക്കിയത് ചേർത്ത് ഇളക്കാനുള്ളതാണ്. മിക്സിയുടെ ജാറിലും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ചുഴറ്റി നമ്മുടെ അരിമാവിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഈ ടൈം ആകുമ്പോഴേക്ക് നമ്മൾ ഉരുക്കാൻ വെച്ച ശർക്കര നന്നായി മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് ചൂടോടെ തന്നെ നമ്മുടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവിലേക്ക് ഒഴിച്ച ഉടനെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ മാവ് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. നന്നായി ഇളക്കിയാൽ മാവ് വേവാതെ ഇതുപോലെ നല്ല റെഡിയായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അപ്പം ചുടാനായിട്ടുള്ള കുക്കർ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒരു 6 7 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കിയൊന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യ് ഉണ്ടെങ്കിൽ 1 സ്പൂൺ ഈ ടൈമിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കലത്തപ്പത്തിന്. ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളി നന്നായി മൂത്ത് വരുന്നത് വരെ ഇളക്കിയെടുക്കാം. മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ച മാവിലേക്ക് ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ കലത്തപ്പം ചൂടാൻ പോകുന്നതും ഇതേ സെയിം കുക്കറിൽ തന്നെയാണ് കേട്ടോ. കുക്കർ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അരച്ച് വെച്ച മാവ് നമുക്ക് എത്ര ഹൈറ്റ് വേണം അതിനനുസരിച്ച് മാവ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച പാടെ തന്നെ നമ്മൾ കുക്കറിൻ്റെ മൂടിയുടെ വിസിലൂരി കുക്കർ മൂടി കൊടുക്കാം. മാവ് ഒഴിച്ച പാടെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. 1 സെക്കൻഡ് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 10 മിനിറ്റ് നമുക്ക് നമ്മുടെ കലത്തപ്പം വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. കലത്തപ്പത്തിൻ്റെ വേവ് അറിയണത് വിസിലിൻ്റെ ഭാഗത്ത് നിന്നും കുമ്പളകളായിട്ട് ഇങ്ങനെ പൊന്തും. നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ, അതുപോലെ കണ്ടാൽ നമ്മുടെ കലത്തപ്പം റെഡിയായെന്നാണ് അർത്ഥം. ഇതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഒരു 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് കുക്കറിൽ നിന്നും അപ്പം ഇളക്കി മാറ്റാവുന്നതാണ്. ഇത്ര പണിയുള്ളൂ. നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം അല്ലെങ്കിൽ കുക്കറപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കലത്തപ്പം റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണേ, കമൻ്റ് ഇടാൻ മറക്കല്ലേ. ഇതേ രീതിയിൽ കുഴിയുള്ള പാനിലും റെഡിയാക്കാവുന്നതാണ്.